ഇനി ഇത് മാത്രമല്ല, ഇവിടെ രാഷ്ട്രീയ വഞ്ചനയുടെ ചിത്രം കൂടി ഞാൻ പറയാം. ഒരു സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥി ടിക്കറ്റിന് കൊടുത്തിട്ട് പൈസ മേടിക്കുന്ന കൂട്ടർ. ശരിയല്ലേ ഞാൻ പറഞ്ഞു? അടുത്ത കാലത്ത് ഹരിയാനയിൽ ഏതൊരു പാവപ്പെട്ടവൻ ഇവിടെ വന്നു ഡൽഹിയിൽ സത്യഗ്രഹം കിടക്കുക. എന്താ കാരണം? ഓൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാന്ന് പറഞ്ഞ് എത്ര കോടിയും മേടിച്ച് 7 കോടി മേടിച്ചു. അതും ഇവന്മാരെന്തൊരു മണ്ടന്മാരാന്ന് നോക്കി. ഈ MP-മാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ അക്കൗണ്ടിലേക്കാണ് മേടിച്ചേക്കുന്നത് പൈസ. രാമേന്ദ്ര ബാങ്കിന്റെ അക്കൗണ്ടിലൊക്കെ മേടിച്ച് കൊടുത്ത വീട്ടിലിടും. രാമേന്ദ്രന്റെ ബുദ്ധി അവൻ പറഞ്ഞു കൊടുക്കണ്ടെന്നല്ലേ ഇങ്ങനെ കണക്കൊന്നും മേടിക്കുന്നത്. ആർത്തി. ഇനി അത് മാത്രമല്ല, രാഷ്ട്രീയ വഞ്ചനയുടെ ചിത്രം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. 11 കോൺഗ്രസ് MLA-മാർ 25 കോടി 30 കോടി 40 കോടി വില പറഞ്ഞ് BJP-യിൽ നിന്ന് വാങ്ങി അവര് BJP-യിലേക്ക് കൂടുമാറി. ഞാൻ പാർലമെന്റിൽ ഇരിക്കുന്ന സമയത്ത് അസമിലെ 3 ലോകസഭ കോൺഗ്രസിന്റെ ലോക്സഭ MP-മാരിൽ ഒരാള് പ്രദ്യുത് ബർദോളി. അദ്ദേഹം രാഹുൽ ഗാന്ധിന്റെ മുറിയിലിരിക്കുന്നു. പാർലമെന്റിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം മുറിയുണ്ട്. നിങ്ങൾ പാർലമെന്റ് പുതിയ പാർലമെന്റ് മന്ത്രി കണ്ട ആൾക്കാർ ഇവിടെ ഉണ്ടാ? ആരുമില്ല. ഈ അന്മിനെയും ഓളെയൊക്കെ കൊണ്ടുപോയിട്ട് പുതിയ പാർലമെന്റ് മന്ത്രി കാണിച്ചാൽ കൊടുക്കണം കേട്ടാ. പഴയ പാർലമെന്റ് മന്ത്രി കണ്ടിട്ട് ആൾക്കാർ എവിടെയാണുള്ളത്? പഴയ പാർലമെന്റ് മന്ത്രി 1 2 3 4 5 എപ്പോ പോയി അമ്മ? 1984 1984. രാമേന്ദ്ര നീ ജനിച്ചിരുന്ന നീ അന്ന്? നിന്റെ വയസ്സൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. ആ പാർലമെന്റ് മന്ദിരത്തില് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ അവരുടെ അസമിലെ MP പ്രദ്യുത് ബർദോളി വന്ന് ചായ കുടിച്ച് പിരിഞ്ഞ് കുശലം പറഞ്ഞ് കൈ കുടിച്ച് കുരിഞ്ഞിട്ട് കുലുക്കിയിട്ട് തൊട്ടപ്പുറത്ത് അമിത്ഷായുടെ ഓഫീസിൽ എന്നിട്ട് BJP ചേർന്നു. ഒരു തടസ്സം ഉണ്ടായിരുന്നു. 170 കോൺഗ്രസ് MP-മാർ കൂറുമാറി. 11 കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ കൂറുമാറി. ഇവരെയാണോ നമ്മൾ ഈ കേരളം ഏൽപ്പിക്കേണ്ടത്? നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി നമ്മൾ മുടക്കിയ തുകയുണ്ട്. 1 2 അല്ല, 3.5 ലക്ഷം കോടി രൂപ. ആ കോടി രൂപയുടെ 3.5 ലക്ഷം കോടി രൂപയുടെ പ്രയോജനം നമ്മുടെ സമൂഹത്തിലേക്ക് പ്രതിഫലിക്കണമെങ്കിൽ ഇന്ന് കേരളം ഭരിക്കുന്ന ചിട്ടയോടെയുള്ള അച്ചടക്കത്തോടെയുള്ള സമർപ്പിത ബോധത്തോടെയുള്ള ഒരു ഭരണ സംവിധാനം നാളെയും കേരളത്തിൽ ബികോമാണ് പഠിച്ചത്, എക്കണോമിക്സ് ആണ് പഠിച്ചത്. കേട്ടില്ല? SLC വലിയ LC ആയിട്ടാ, ചെറിയൊന്നുമല്ല. ഇവിടെ LC സെക്രട്ടറി പഠിക്കുന്ന സ്ഥലമാണ്. 1 രൂപ നമ്മൾ അടിസ്ഥാന മേഖലയിൽ മുടക്കിയാൽ അത് 6 മടങ്ങായിട്ടായിരിക്കും നമ്മുടെ സമ്പദ്ഘടനയിൽ പ്രതിഫലിക്കുക. ഞാൻ നിങ്ങൾ തിരുവനന്തപുരത്ത് വരുന്ന ആൾക്കാരില്ലേ? ടെക്നോ പാർക്കിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരു വഴി വന്ന ശേഷമാണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു. നമ്മുടെ ചെറുപ്പക്കാർ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടോ? ഒന്നാ ടെക്നോ പാർക്ക് കണ്ട? ആ ടെക്നോ പാർക്ക് ഒരു ബൈപ്പാസിലായിരുന്നു. അത് വന്ന സമയത്ത് പല കമ്പനികളും അങ്ങോട്ട് വന്നു. 28,000 കോടിയുടെ നിക്ഷേപം അവിടെ നടന്നു. ഇപ്പൊ 1 ലക്ഷം പേരെങ്കിലും അതിനപ്പുറത്തും ഇപ്പുറത്തുള്ള സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. 1 ലക്ഷം ആൾക്കാർ. അപ്പോൾ ഇപ്പോഴുള്ള ഈ ഭരണ സംവിധാനത്തിന്റെ ചിട്ടവട്ടങ്ങളും കാർക്കശ്യഭാവങ്ങളും സമർപ്പിത ബോധവും നമുക്ക് നാളെയും വേണം. ഈ കോൺഗ്രസ്സുകാരുടെ സ്വഭാവം എന്താന്നുള്ള കാര്യം അറിയില്ല. ഇപ്പൊ എത്ര മുൻ മുഖ്യമന്ത്രിമാരാ കോൺഗ്രസ്സിലുള്ളത്? എത്ര പേരുള്ളത് നോക്കട്ടെ. എത്ര മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കുപ്പായം തുന്നി എത്ര പേരാ ഇപ്പൊ കോൺഗ്രസ്സിലുള്ളത്? പറ. 6 4 മതിയാ? ചേച്ചി 4 മതിയാ? പോരാ. എത്ര ഉണ്ടെന്ന് അവർക്ക് തന്നെ കണക്കില്ല. നമ്മുടെ കണക്കിൽ
വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാല്, പിന്നെ കെ.സി. വേണുഗോപാല്, പിന്നെ ആരാണ് സുധാകരൻ. എന്താ അവസ്ഥ നമുക്കറിയില്ല കേട്ടാ. മൂപ്പറെ കണ്ണൂരുള്ള കോൺഗ്രസ്സുകാരെ വിളിക്കണം മുറിവേറ്റ സിംഹം എന്നാ. ഈ 9-ാം തീയതി വരെ സിംഹം അടങ്ങി കിടക്കും. അത് കഴിഞ്ഞ പിന്നെ ഒരു അലറില്ല. ഇന്നിപ്പോ ഒരു കത്ത് എൻ്റെ അടുത്ത് വന്നു. സണ്ണി ജോസഫ് മൂപ്പറെ അനുയായിയായിട്ട് KPCC പ്രസിഡന്റായാണ്. ഇവിടെ പത്രക്കാരുണ്ടെങ്കിൽ വേണം എഴുതിക്കൊള്ളൂ കേട്ടോ. മൂപ്പർ മല്ലികാർജുൻ ഖാർഗെക്ക് അയച്ച ഒരു കത്ത് ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. ഹലോ ഖാർഗെജി, ഈ കെ സുധാകരനെ ഒന്നും ഇവിടെ മത്സരിപ്പിക്കാൻ പാടില്ല. മൂപ്പർ കണ്ണൂർ സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി കച്ചകെട്ടിരിക്കുക. മൂപ്പർ മത്സരിച്ചാൽ തോറ്റുപോകും. ആരെഴുതിയിരിക്കുന്നു? സണ്ണി ജോസഫ്. ഈ കത്ത് പുറത്തു വന്ന സുധാകരൻ അടങ്ങിയിരിക്കുള്ളൂ. രാമേന്ദ്ര അടങ്ങിയിരിക്കില്ല. ഇതുവരെ ഈ പത്രക്കാരെന്താ പറഞ്ഞ് ഈ ഖാർഗെയും രാഹുൽ ഗാന്ധി കൂടിയ മൂപ്പറെ വെട്ടിയത് അവരല്ല, ഇവരാണ്. ഇവര് വെട്ടിയിരിക്കുക, തമ്മിൽ തല്ലുന്നവര്. അതുകൊണ്ടാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഒരു പരസ്യം കൂടെ നമ്മുടെ പത്രങ്ങളുടെ മുൻ പേജിൽ. അത് പരസ്യമായിട്ടൊന്നും അല്ല വന്നത്. മനോരമയിലും മാതൃഭൂമിയിലൊക്കെ മുമ്പ് വന്ന 10 വർഷം മുമ്പ് വന്ന വാർത്തകൾ അടുക്കി കെട്ടിയിട്ട് ഒരു പരസ്യം കൂടെ. എന്താണ്? 4 മണിക്കൂർ പവർ കട്ട്, സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു, ആശുപത്രിയിൽ മരുന്നില്ല, KSRTCക്ക് ഡീസൽ അടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഷെഡ്യൂളുകൾ മുടങ്ങും, റോഡുകൾ താറുമാറായി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൊണ്ട് എന്ത് കാര്യമെന്നും സർക്കാർ ജീവനക്കാർ ഒരു പണിയെടുക്കുന്നില്ല എന്നും അതുകൊണ്ട് അത് അടച്ചുപൂട്ടണമെന്നും മുഖ്യമന്ത്രി. രാവിലെ കണ്ണെല്ലാം തിരിഞ്ഞു വന്ന് പത്രം കണ്ട ആൾക്കാർ ഞെട്ടിപ്പോയ. ആ പത്രം കണ്ട ആൾക്കാരോട് എത്ര പേരുണ്ട് നോക്കട്ടെ? 1, 2, 3. അത് ഈ ഭാഗത്തൊന്നും പത്രം വായിക്കും നിങ്ങൾ. ഇതെല്ലാം ഈ അന്യന്റെ അമ്മയെ പോലെ ഈ ഫോൺ നോക്കിയിരിക്കുന്നതായിരിക്കും പരിപാടി. ഏത് പത്രം വായിക്കല്? ഇന്നത്തെ ദേശാഭിമാനിലെ തലവാചകം എന്താണ്? ഇത് വായിച്ചിട്ടില്ല. എത്ര മനോഹരമായ കളവാണ് പറയുന്നത്. എന്താ വായിക്കാൻ സമയം കിട്ടാത്തത്? ഞാൻ ഇപ്പൊ എന്റെ മുകളിലായി ഓടുന്ന പത്രം വായിക്കാത്തന്റെ അതിന്റെ എന്താണ് ഇത്? നമ്മളെ എന്നെ ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇവര് നിങ്ങൾ ഉത്തരം പറയണോ? അത് 11 മണിയുടെ പരിപാടിക്ക് വേണ്ടി രാവിലെ വരുന്ന 6 മണിക്ക് വരുന്ന പത്രം വായിച്ചിട്ടാന്ന് പറഞ്ഞത്. മക്കളെ, ഈ അമ്മയെ കൊണ്ട് നിങ്ങൾ ഇടങ്ങാറാകും കേട്ടോ. അവളുടെ കാര്യം പറഞ്ഞേക്കാം. പത്രം കണ്ട് നിങ്ങൾ ഞെട്ടില്ലേ രാമേന്ദ്ര? എന്താ ഞെട്ടാൻ കാരണം? എന്താ? ഇന്നത്തെ കേരളം അതല്ല. 10 വർഷം മുമ്പത്തെ കേരളവും ഇന്നത്തെ കേരളവും തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങൾക്കുണ്ടായ ആ ഞെട്ടൽ എന്ന് പറയുന്നത്. അതാണ് ഞെട്ടൽ. ആ ഞെട്ടലിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? പോണോ? ആർക്കെങ്കിലും പോണോ? കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ചില കാറ്റുവീഴ്ച ഉണ്ടായിട്ട് എനിക്കറിയാം. ചില ആൾക്കാർ അപ്പുറത്തിപ്പുറത്തൊക്കെ വോട്ട് കുത്തിയായിട്ട് എനിക്ക് ചിലരുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ആ കുട്ടിയുടെ മുഖത്ത് അമ്മ വോട്ട് ചെയ്തല്ലേ? ഇനി അതുണ്ടായി. എന്താ കാരണം? നമ്മുടെ മാത്രമല്ല, നമ്മുടെ വരും തലമുറയുടെ ഭാവി കൂടിയാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുള്ളത്. അവർക്ക് ഇവിടെ പഠിക്കാനും ജോലി ചെയ്യാനും, നമ്മുടെ അമ്മമാർക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ, മുടങ്ങാത്ത പെൻഷൻ, 600 രൂപ പെൻഷനുള്ള സമയത്ത് 18 മാസത്തെ കുടിശ്ശികിട്ടിട്ട് പോയവരാണ് ഈ കോൺഗ്രസ്. ഒരാശുപത്രിയിലും ഒരു ഡോക്ടറെ പോലും നിയമിച്ചു. ഒരു സ്കൂളും പുതുക്കി പണിതില്ല. ഒരു ബ്ലാക്ക് ബോർഡ് പോലും പൊട്ടിയാൽ അത് മാറ്റിയില്ല. അവരെ നമുക്ക് ഈ സംസ്ഥാനത്തിന്റെ കടിഞ്ഞാണിൽ വയ്ക്കാൻ പാടില്ല. ഇന്ന് കേരളത്തിലുണ്ടായ ഈ വികസനത്തെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മറ്റൊരു ഘട്ടത്തിലേക്ക് കേരളത്തെ പിടിച്ചുയർത്താൻ കഴിവുള്ള, ശേഷിയുള്ള, പ്രാഗൽഭ്യമുള്ള, ആത്മാർത്ഥതയുള്ള ഒരു നേതൃത്വത്തെ വീണ്ടും അധികാരത്തിലേറ്റാനുള്ള ഒരു പോരാട്ടമായിട്ട് ഇത് കണ്ട് നമ്മുടെ പ്രിയങ്കര സ്ഥാനാർത്ഥി പള്ളിക്കൽ ഗോവിന്ദനെ എത്ര ഭൂരിപക്ഷമാണ്? 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് ഈ മണ്ഡലം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സുവർണ സ്ഥാനം നേടണമെന്ന
എളിയ അഭ്യർത്ഥന മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.